നമസ്കാരം. PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് LDC 100 ഡേയ്സ് ചലഞ്ച് ഡേ 75 ആണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, LDC 100 ഡേയ്സ് ചലഞ്ച് ഡേ 75 ആണ് നമ്മൾ ഇന്ന് നോക്കാനുള്ളത്. എന്താണ് ഇന്ന് പഠിക്കാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സമകാലികം അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് മേഖലയിലെ കുറച്ച് ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ ഒരു ഭാഗം പഠിക്കാൻ ശ്രമിക്കുക. കാരണം എക്സാം ഒരല്പം ടഫ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ അല്ലെങ്കിൽ സമകാലിക ചോദ്യങ്ങളായിരിക്കും കൂടുതലായി ചോദിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സമകാലിക ചോദ്യങ്ങൾ നമുക്ക് മിസ് ചെയ്യാതെ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ പ്രത്യേക സമകാലിക ചോദ്യങ്ങളെന്ന്. ആദ്യമായിട്ട് നമ്മൾ പഠിച്ചു തീർക്കാനുള്ളത് 2024 പ്രഖ്യാപിക്കപ്പെട്ട കുറച്ച് പദ്ധതികളാണ്. അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. 2024 പ്രഖ്യാപിക്കപ്പെട്ട കുറച്ച് പദ്ധതികൾ കേട്ടോ. അപ്പൊ മൊത്തം പദ്ധതികൾ നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ്സിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട പദ്ധതികൾ എന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെ കുറച്ച് പദ്ധതികൾ നമ്മൾ അല്ലാതെ പഠിക്കേണ്ടതുണ്ട്. കാരണം എക്സാം ടഫ് ആവുന്നതിനനുസരിച്ച് ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ സുഹൃത്തുക്കൾ പ്രതീക്ഷിക്കാം. അപ്പോൾ 2024 പ്രഖ്യാപിക്കപ്പെട്ട പ്രത്യേക പദ്ധതികൾ: ഭിന്നശേഷിക്കാരുടെ വിവരശേഖരണത്തിന് സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തന്മുദ്ര. ഭിന്നശേഷിക്കാരുടെ വിവരശേഖരണത്തിന് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തന്മുദ്ര. ട്രെയിൻ യാത്രക്കാരുടെ പരാതികൾ കൈകാര്യം ചെയ്യുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനുമായി റെയിൽവേ ആരംഭിച്ച പദ്ധതിയാണ് വാർ റൂം. മറക്കല്ലേ, ട്രെയിൻ യാത്രക്കാരുടെ പരാതികൾ കൈകാര്യം ചെയ്യുവാനായും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയും റെയിൽവേ ആരംഭിച്ച പദ്ധതിയാണ് വാർ റൂം. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന് സേവനങ്ങൾ ഇടപാടുകൾ ഓൺലൈനിലൂടെ വേഗത്തിലും സുതാര്യമാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച പുതിയ സോഫ്റ്റ്വെയർ ആണ് സുരക്ഷ. പഠിച്ചോളനെ, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന് സേവനങ്ങൾ ഇടപാടുകളും ഓൺലൈനിലൂടെ വേഗത്തിലും സുതാര്യമായും നടക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ച അല്ലെങ്കിൽ നിർമ്മിച്ച പുതിയ സോഫ്റ്റ്വെയർ ആണ് സുരക്ഷ എന്ന് പറയുന്നത്. സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നേർവഴി. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും. സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായിട്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നേർവഴി എന്ന് പറയുന്ന പദ്ധതി. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ. ഭിന്നശേഷിക്കാരുടെ വിവരശേഖരണത്തിന് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി തന്മുദ്ര. ട്രെയിൻ യാത്രക്കാരുടെ പരാതികൾ കൈകാര്യം ചെയ്യുവാനും തുടർ നടപടികൾ സ്വീകരിക്കുവാനുമായി റെയിൽവേ ആരംഭിച്ച പദ്ധതിയാണ് വാർ റൂം. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന് സേവനങ്ങൾ ഇടപാടുകൾ ഓൺലൈനിലൂടെ വേഗത്തിലും സുതാര്യമാക്കിയും നടപ്പിലാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച സോഫ്റ്റ്വെയർ ആണ് സുരക്ഷ എന്ന് പറയുന്നത്. സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നേർവഴി. പഠിക്കുക. കുറ്റകൃത്യങ്ങൾക്ക് ശേഷം രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനമാണ് നഫീസ് എന്ന് പറയുന്നത് കേട്ടോ. കുറ്റകൃത്യങ്ങൾക്ക് ശേഷം രാജ്യം വിടുന്നവരെ കണ്ടെത്തുവാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനമാണ് നഫീസ് എന്ന് പറയുന്നത്. നഫീസിന്റെ പൂർണ്ണരൂപം എന്തെന്ന് പഠിച്ചു വെക്കുക. നാഷണൽ ഓട്ടോമാറ്റിക് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം എന്നാണ് കേട്ടോ. നഫീസ് എന്ന് പറഞ്ഞാല് നാഷണൽ ഓട്ടോമാറ്റിക് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം കേട്ടോ. അതാണ് നഫീസ്, NAFIS അഥവാ നഫീസ്. നഫീസിന്റെ പൂർണ്ണരൂപം പഠിച്ചു വെച്ചോളനെ, നാഷണൽ ഓട്ടോമാറ്റിക് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം എന്നാണ് പഠിക്കുക. കേരളത്തിലെ സർക്കാർ ഉടമസ്ഥയിലുള്ള OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്. ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോം എന്ന് ചോദിച്ചാൽ സി സ്പേസ് ആണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോം എന്ന് ചോദിച്ചാലും അതും ആര് തന്നെയാണ്? സി സ്പേസ് തന്നെയാണ് കേട്ടോ. അപ്പൊ കേരളത്തിലെ ആവട്ടെ ഇന്ത്യയിലെ ആവട്ടെ ഒരു സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ആദ്യത്തെ OTT പ്ലാറ്റ്ഫോം ചോദിച്ചാൽ അത് സി സ്പേസ് ആണ്. അത് ആരുടെയാ? നമ്മുടെ കേരളത്തിന്റെയാണ്. പഠിക്കുക. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടുകൂടി കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം പദ്ധതി. പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലെ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടു കൂടി കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് സുജലം പദ്ധതി. എന്താണ്? സുജലം പദ്ധതി. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ. കുറ്റകൃത്യങ്ങൾക്ക് ശേഷം രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനമാണ് നഫീസ് എന്ന് പറയുന്നത്. നഫീസിന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഓട്ടോമാറ്റിക് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം എന്നാണ്. കേരളത്തിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ് എന്ന് പറയുന്നത്. ഇനി PSC ചോദിക്കുകയാണ്, ഇന്ത്യയിൽ ആദ്യമായി ഒരു സർക്കാർ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോം എന്ന് ചോദിച്ചാലും അത് സി സ്പേസ് തന്നെയാണ്. സി സ്പേസ് ആരുടെ കയ്യിലാ? നമ്മുടെ കേരള സർക്കാരിന്റെ സംരംഭമാണ്.
ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടുകൂടി കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം പദ്ധതി. പഠിക്കുക. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം. പഠിച്ചോളണേ. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശരണ്യബാല്യം. എന്താണ് ശരണബാല്യം? പരീക്ഷാകാലത്ത് കുട്ടികളുടെ മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തയ്യാറാക്കിയ സൗജന്യ കൗൺസിലിംഗ് സംവിധാനമാണ് മനോധർമ്മം. മറക്കല്ലേ, ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷാകാലത്ത് കുട്ടികളുടെ മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനായിട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തയ്യാറാക്കിയ സൗജന്യ കൗൺസിലിംഗ് സംവിധാനം അറിയപ്പെടുന്ന പേരാണ് മനോധർമ്മം എന്ന്. കേരളത്തിലെ ഏതു പദ്ധതിയാണ് തമിഴ്നാട്ടിൽ പുന്നകൈ എന്ന പേരിൽ നടപ്പിലാക്കിയെന്ന് ചോദിച്ചാൽ മന്ദഹാസം പദ്ധതിയാണ് കേട്ടോ. പഠിച്ചോളനെ. കേരളത്തിലെ ഏതു പദ്ധതിയാണ് 2024 തമിഴ്നാട്ടിൽ പുന്നകൈ എന്ന പേരിൽ നടപ്പിലാക്കിയെന്ന് ചോദിച്ചാൽ നമ്മുടെ മന്ദഹാസം പദ്ധതിയാണ്. പഠിക്കുക. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിന് സ്കൂൾ ബസ്സുകളിൽ GPS ഘടിപ്പിക്കുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് വിദ്യാവാഹിനി. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് സ്കൂൾ ബസ്സുകളിൽ GPS ഘടിപ്പിക്കുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് വിദ്യാവാഹിനി പദ്ധതി. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം. പരീക്ഷാ കാലത്തെ കുട്ടികളിലെ മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തയ്യാറാക്കിയ സൗജന്യ കൗൺസിലിംഗ് സംവിധാനമാണ് മനോധർമ്മം. കേരളത്തിലെ ഏത് പദ്ധതിയാണ് 2024 തമിഴ്നാട്ടിൽ പുന്നകൈ എന്ന പേരിൽ നടപ്പിലാക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് മന്ദഹാസം പദ്ധതിയാണ്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിന് സ്കൂൾ ബസ്സുകളിൽ GPS ഘടിപ്പിക്കുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് വിദ്യാവാഹിനി പദ്ധതി. എന്താണ് വിദ്യാവാഹിനി പദ്ധതി? സുഹൃത്തുക്കളെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് 2024 ലോകത്തിൽ നടന്ന പ്രധാനപ്പെട്ട കുറച്ച് സംഭവങ്ങൾ അല്ലെങ്കിൽ സമകാലികവുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം. കാരണം ക്വസ്റ്റ്യൻ ടഫ് ആവുന്നതിനനുസരിച്ച് ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ കൂടുതലായിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് നോക്കാം 2024 ലോകവും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഫെദ എന്ന അവതാരകയെ സൃഷ്ടിച്ച രാജ്യം കുവൈറ്റ്. പഠിച്ചോളനെ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഫെദ എന്ന പേരിൽ അവതാരികയെ സൃഷ്ടിച്ച രാജ്യം കുവൈറ്റ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഫെദ എന്ന അവതാരികയെ സൃഷ്ടിച്ച രാജ്യം ഏതാണ്? കുവൈറ്റ് ആണ്. ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ബ്രിട്ടൻ ആണ്. പഠിച്ചോളനെ. ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ബ്രിട്ടൻ ആണ്. ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോമായ ട്രിപ്പ് അഡ്വൈസർ 2024 ട്രാവലേഴ്സ് ചോയ്സ് പ്രകാരം സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ദുബായ് ആണ്. പഠിച്ചോളനെ. ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ട്രിപ്പ് അഡ്വൈസർ, ചില സുഹൃത്തുക്കൾക്ക് അറിയായിരിക്കും ട്രിപ്പ് അഡ്വൈസറിനെ. ഇതിന്റെ 2024 ട്രാവലേഴ്സ് ചോയ്സ് പ്രകാരം സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാരമായി തിരഞ്ഞെടുത്ത രാജ്യം ഏതാണ്? ദുബായ് ആണ്. പഠിക്കുക. നാറ്റോയുടെ 75ാമത് വാർഷികം ആഘോഷിച്ചത് ബെൽജിയത്തിലെ ബ്രസൽസിൽ വെച്ചാണ് കേട്ടോ. അപ്പോ നാറ്റോയുടെ 75ാമത് വാർഷികം ആഘോഷിച്ചത് ഏത് രാജ്യത്ത് വെച്ചാണ്? ബെൽജിയത്തിൽ വെച്ചാണ്. അതെവിടെയാണ്? ബ്രസൽസിലാണ്. നാറ്റോയുടെ 75ാം വാർഷികം ആഘോഷിച്ച രാജ്യം എന്ന് ചോദിച്ചാൽ അത് ബെൽജിയമാണ്. ബെൽജിയത്തിൽ എവിടെ വെച്ചാണ്? ബ്രസൽസിൽ വെച്ചായിരുന്നു. നാറ്റോയിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം 32. 2024 ഒരു രാജ്യം കൂടെ കയറി വന്നു. ഇപ്പോ നാറ്റോയിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 32 ആണ്. നാറ്റോയിലെ 32ാമതായി അംഗത്വം സ്വീകരിച്ച യൂറോപ്യൻ രാജ്യം സ്വീഡനാണ്. പഠിച്ചോളനെ. നാറ്റോയിലെ 32ാമതായി അംഗത്വം സ്വീകരിച്ച യൂറോപ്യൻ രാജ്യം ഏതാണ്? സ്വീഡൻ ആണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഫെദ എന്ന അവതാരകയെ സൃഷ്ടിച്ച രാജ്യം കുവൈറ്റ്. ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ബ്രിട്ടൻ. ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോമായ ട്രിപ്പ് അഡ്വൈസറിന്റെ 2024 ട്രാവലേഴ്സ് ചോയ്സ് പ്രകാരം സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം
ദുബായ് ആണ്. നാറ്റോയുടെ 75-ാം വാർഷികം ആഘോഷിച്ച രാജ്യം ചോദിച്ചാൽ അത് ബെൽജിയത്തിൽ വെച്ചായിരുന്നു. ബെൽജിയത്തിൽ എവിടെയായിരുന്നു? ബ്രസൽസിൽ വെച്ചായിരുന്നു. പഠിക്കുക. നാറ്റോയുടെ അംഗരാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 32 ഇപ്പോ. പഠിച്ചോളനെ. നാറ്റോയുടെ ഇപ്പോഴത്തെ അംഗരാജ്യങ്ങളുടെ എണ്ണം 32. നാറ്റോയിൽ 32ാമതായി അംഗീകരിച്ച യൂറോപ്യൻ രാജ്യം ചോദിച്ചാൽ അത് സ്വീഡൻ ആണ്. 2024 പ്രസിദ്ധീകരിച്ച ഫോബ്സ് ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തിയ വ്യക്തി ബെർണാഡ് അർണോൾഡ്. പഠിച്ചോളനെ. ഇമ്പോർട്ടന്റ് ആണ്. 2024 പ്രസിദ്ധീകരിച്ച ഫോബ്സ് ആഗോള അതിസമ്പന്നരുടെ പട്ടികയില് 1-ാം സ്ഥാനത്തെത്തിയ വ്യക്തിത്വമാരാണ്? ബെർണാഡ് അർണോൾഡ്സ് ആണ്. ആരാണ്? ബെർണാഡ് അർണോൾഡ്സ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ലൂയി വിട്ടാൻ എന്ന് പറയുന്ന കമ്പനി കേട്ടോ. ഇപ്പൊ അങ്ങോട്ട് ഫേമസ് ആയതാണ്. ലൂയി വിട്ടാൻ എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഉള്ളതാണ്. വളരെ ലക്ഷൂറിയസ് ബ്രാൻഡ് ആയിട്ടുള്ളതാണ് ഈ ലൂയി വിട്ടാൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ലൂയി വിട്ടാന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ബെർണാഡ് അർണാൾഡിനാണ് 2024 ഫോബ്സ് എന്ന് പറയുന്ന മാസികയുടെ കണക്ക് പ്രകാരം അതിസമ്പന്നന്മാരുടെ പട്ടികയിൽ 1-ാം സ്ഥാനം. 2-ാം സ്ഥാനം ആരാണ്? നമ്മുടെ ഇലോൺ മസ്ക്. 3-ാം സ്ഥാനം ജെഫ് ബസോസുമാണ് കേട്ടോ. ഈ 3 സ്ഥാനവും പഠിച്ചു വെക്കുക. അപ്പൊ 1-ാം സ്ഥാനം ബെർണാഡ് അർണാൾഡ് ആണ്. അതുപോലെ 2-ാം സ്ഥാനം ഇലോൺ മസ്ക് ആണ്. 3-ാം സ്ഥാനം ജെഫ് ബസോസ് ആണ്. പഠിക്കുക. പാലസ്തീനെ 2024 സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച രാജ്യങ്ങളാണ് അയർലൻഡും നോർവേയും സ്പെയിനും കേട്ടോ. പഠിച്ചോളനെ. പാലസ്തീനെ 2024 സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അയർലൻഡ്, നോർവേ, സ്പെയിന്. വീണ്ടും പറയുന്നു, പാലസ്തീനെ 2024 ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച രാജ്യങ്ങൾ ചോദിച്ചാൽ അയർലൻഡ്, നോർവേ, സ്പെയിൻ എന്നിവയാണ്. പഠിക്കുക. അടുത്തിടെ 4000 വർഷം പഴക്കമുള്ള ക്ഷേത്ര അവശിഷ്ടങ്ങൾ പുരാവസ്തു ഗവേഷകർ കണ്ടെടുത്ത രാജ്യം പെറുവിലെ ലംബൈക്കിലാണ് കേട്ടോ. പഠിച്ചോളനെ. അടുത്തിടെ 4000 വർഷം പഴക്കമുള്ള ക്ഷേത്രാവശിഷ്ടങ്ങൾ പുരാവസ്തു ഗവേഷകർ കണ്ടെടുത്ത രാജ്യം പെറുവാണ്. പെറുവിലെ തന്നെ ലംബൈക്ക് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നാണ് എന്ത് കണ്ടെത്തിയത്? ഈ 4000 വർഷം പഴക്കമുള്ള ക്ഷേത്ര അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുന്ന സുഹൃത്തുക്കളെ. 2024 പ്രസിദ്ധീകരിച്ച ഫോബ്സ് ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തിയ വ്യക്തിത്വമാരാണ്? ബെർണാഡ് അർണോൾഡ് ആണ്. ഇത് ഏത് കമ്പനിയുടെ ഫൗണ്ടർ ആണെന്ന് ചോദിച്ചാൽ ലൂയി വിട്ടൺ എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ലക്ഷറി ബ്രാൻഡിന്റെ ഓണറാണ്. അതുപോലെ തന്നെ 2-ാം സ്ഥാനം ആർക്കാണ്? ഇലോൺ മസ്കിനാണ്. 3-ാം സ്ഥാനം ആർക്കാണ്? ജെഫ് ബസോസിനാണ്. പഠിക്കുക. പാലസ്തീനെ 2024 സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച രാജ്യങ്ങൾ അയർലൻഡ്, നോർവേ, സ്പെയിൻ എന്നിവയാണ്. അടുത്തിടെ 4000 വർഷം പഴക്കമുള്ള ക്ഷേത്ര അവശിഷ്ടങ്ങൾ പുരാവസ്തു ഗവേഷകർ കണ്ടെടുത്ത രാജ്യം പെറുവാണ്. പെറുവിലെ ലംബൈക്കിലാണ് ഇത് കണ്ടെടുത്തത്. പഠിക്കുക. ബ്രിട്ടന്റെ ചരിത്രത്തിലാദ്യമായി ധനകാര്യമന്ത്രിയായ വനിതയാണ് റേച്ചൽ റീവ്സിൻ. പഠിച്ചോളനെ. ബ്രിട്ടന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ധനകാര്യ മന്ത്രിയായ വനിതയായിരുന്നു ചോദിച്ചാൽ അത് റേച്ചൽ റീവ്സിൻ ആണ്. ആരാണ്? റേച്ചൽ റീവ്സിൻ ആണ്. ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? കെയർ സ്റ്റാമർ ആണ്. ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ആണ്. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി സോജൻ ജോസഫ്. പഠിക്കുക. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ മലയാളി വ്യക്തിത്വമാണ് സോജൻ ജോസഫ് എന്ന് പറയുന്നത്. ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി 5-ാം തവണയും അധികാരത്തിലെത്തിയ വനിത ഷെയ്ഖ് ഹസീന. പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി 5-ാം തവണയും അധികാരത്തിലെത്തിയ വനിത ഷെയ്ഖ് ഹസീനയാണ്. വീണ്ടും പറയുന്നു, ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി 5-ാം തവണയും അധികാരത്തിലെത്തിയ വ്യക്തിത്വമാരാണ് അല്ലെങ്കിൽ വനിതയാരാണ്? ഷെയ്ഖ് ഹസീനയാണ്. 2024 കാലാവസ്ഥാ ഉച്ചകോടി അഥവാ COP29 വേദിയാകുന്ന രാജ്യം അസർബൈജാൻ. പഠിക്കുക. 2024 കാലാവസ്ഥാ ഉച്ചകോടി അഥവാ COP29 വേദിയാകുന്ന രാജ്യം ഏതാണ്? അസർബൈജാൻ ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ബ്രിട്ടന്റെ ചരിത്രത്തിൽ ആദ്യമായി ധനകാര്യമന്ത്രിയായ വനിതയാരെന്ന് ചോദിച്ചാൽ റേച്ചൽ റീവ്സിൻ ആണ്. ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയാരെന്ന് ചോദിച്ചാൽ അത് കെയർ സ്റ്റാമർ ആണ്. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി വ്യക്തിത്വം സോജൻ ജോസഫ് ആണ്. ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി 5-ാം തവണയും അധികാരത്തിലെത്തിയ വ്യക്തിത്വമാരാണ് അല്ലെങ്കിൽ വനിതയാരാണ്? ഷെയ്ഖ് ഹസീനയാണ്. 2024 കാലാവസ്ഥാ ഉച്ചകോടി അഥവാ COP29 വേദിയാകുന്ന രാജ്യം അസർബൈജാൻ ആണ്. പഠിക്കുക. മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിന്റെ സ്ഥാപനം ന്യൂറാലിങ്ക്. പഠിച്ചോളുക. മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിന്റെ സ്ഥാപനം
ന്യൂറാലിങ്ക്. 2024 ലോക സർക്കാർ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം UAE ആണ് കേട്ടോ. 2024 ലോക സർക്കാർ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം UAE ആണ്, അഥവാ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്. 2024 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന് അംഗത്വം നേടിയ രാജ്യങ്ങൾ കോമോറസും അതുപോലെ തന്നെ ടിമോറിൽ ലെസ്റ്റയും. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. 2024 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, നമ്മുടെ WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിലെ അംഗത്വം നേടിയ രണ്ട് രാജ്യങ്ങളാണ്. ഒന്നേതാണ്? കോമോറസും അതുപോലെ തന്നെ ടീമോറിൽ ലെസ്റ്റയും പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിന്റെ സ്ഥാപനമാണ് ന്യൂറാലിങ്ക്. 2024 ലോക സർക്കാർ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ചോദിച്ചാൽ അത് UAE ആണ്. 2024 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ അംഗത്വം നേടിയ രാജ്യങ്ങൾ ഒന്ന് കൊമാറോസും മറ്റൊന്നെന്താണ്? ടിമോറിൽ ലെസ്റ്റയുമാണ് പഠിക്കുക. പ്രാഥമിക ന്യൂക്ലിയർ എനർജി ഉച്ചകോടിക്ക് വേദിയായ നഗരം ബ്രസൽസ്. പഠിച്ചോളനെ, ആദ്യത്തേതാണ് കേട്ടോ. പ്രാഥമിക ന്യൂക്ലിയർ എനർജി ഉച്ചകോടിക്ക് വേദിയായ നഗരം ബ്രസൽസ് ആണ്. വീണ്ടും പറയുന്നു, പ്രാഥമിക ന്യൂക്ലിയർ എനർജി ഉച്ചകോടിക്ക് വേദിയായ നഗരം ബ്രസൽസ് ആണ്. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി അബുദാബി. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി ഏതാണ്? അബുദാബിയാണ്. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി ചോദിച്ചാൽ അത് അബുദാബിയാണ്. യുണൈറ്റഡ് നേഷൻ പോപ്പുലേഷൻ ഫണ്ടിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. ഇന്ത്യയുടെ ജനസംഖ്യ കൂടി ഒന്ന് പഠിച്ചു വെക്കുക. 144.17 കോടിയാണ് 2024 കണക്ക് പ്രകാരം കേട്ടോ. അപ്പോ യുണൈറ്റഡ് നേഷന്റെ പോപ്പുലേഷൻ ഫണ്ടിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇപ്പോൾ നമ്മുടെ കൊച്ചി ഇന്ത്യയാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ജനസംഖ്യ എത്രയാ സുഹൃത്തുക്കളെ? 144.17 കോടിയാണ്. ഇത് 2024 പുറത്തിറക്കിയ യുണൈറ്റഡ് നേഷൻ പോപ്പുലേഷൻ ഫണ്ടിന്റെ റിപ്പോർട്ട് പ്രകാരമാണ് എത്ര പറഞ്ഞിരിക്കുന്നത്? ഈ 144.17 കോടി പഠിക്കുക. റഷ്യയുടെ പ്രസിഡന്റായി 5ാം തവണയും അധികാരമേറ്റ വ്യക്തി വ്ളാഡിമിർ പുടിൻ. പഠിച്ചോളെ, റഷ്യയുടെ പ്രസിഡന്റായിട്ട് 5ാം തവണയും അധികാരമേറ്റ വ്യക്തിത്വം ആരാണ്? വ്ളാഡിമിർ പുടിൻ ആണ്. ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിട്ട് 5ാം തവണയും അധികാരമേറ്റ വനിത ആരെന്ന് ചോദിച്ചാൽ അത് ഷെയ്ഖ് ഹസീനയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് റഷ്യയുടെ പ്രസിഡന്റായി 5ാം തവണയും അധികാരമേറ്റ വ്യക്തിത്വം ആരാണ്? വ്ളാഡിമിർ പുടിൻ ആണ്. പൈലറ്റ് ഇല്ലാത്ത നിർമ്മിത ബുദ്ധി നിയന്ത്രിത F-16 വിമാനങ്ങൾ വിജയകരമായി പരീക്ഷിച്ച രാജ്യം അമേരിക്ക. പൈലറ്റ് ഇല്ലാത്ത നിർമ്മിത ബുദ്ധി, അതായത് AI ഉപയോഗിച്ച് നിയന്ത്രിക്കപ്പെടുന്ന F-16 വിമാനങ്ങൾ വിജയകരമായി പരീക്ഷിച്ച രാജ്യം അമേരിക്ക. പഠിക്കുക. 2024 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ച ഫ്രഞ്ച് നഗരമാണ് സ്ട്രോസ്ബർഗ്. പഠിക്കുക. ലോക പുസ്തക തലസ്ഥാനമായിട്ട് 2024 യുനെസ്കോ പ്രഖ്യാപിച്ച ഫ്രഞ്ച് നഗരം എന്ന് ചോദിച്ചാൽ അത് സ്ട്രോസ്ബർഗ് ആണ്. ഏതാണ്? സ്ട്രോസ്ബർഗ് ആണ്. 2024 ഹൈഡ്രജൻ ഉച്ചകോടിയുടെ വേദിയായ രാജ്യം നെതർലൻഡ്സിലെ റോട്ടർഡാം ആണ്. ഹൈഡ്രജൻ ഉച്ചകോടി 2024 വേദിയായ രാജ്യം ചോദിച്ചാൽ അത് നെതർലൻഡ്സ് ആണ്. നെതർലൻഡ്സിലെ തന്നെ റോട്ടർഡാമിൽ വെച്ചായിരുന്നു 2024 ഹൈഡ്രജൻ ഉച്ചകോടി നടന്നത്. ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ നിരീക്ഷണാലയം നിലവിൽ വന്ന രാജ്യം ചിലിയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നിരീക്ഷണാലയം അഥവാ ഒബ്സർവേറ്ററി എന്ന് പറയത്തില്ലേ, അത് തന്നെയാണ് സംഭവം. അത് നിലവിൽ വന്നത് എവിടെയാണ്? ചിലിയിലാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നിരീക്ഷണാലയം അല്ലെങ്കിൽ ഒബ്സർവേറ്ററി നിലവിൽ വന്നത് രാജ്യം ഏതാണ്? ചിലിയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം. റഷ്യയുടെ പ്രസിഡന്റ് ആയിട്ട് 5ാം തവണയും അധികാരമേറ്റ വ്യക്തി വ്ളാഡിമിർ പുടിൻ. പൈലറ്റ് ഇല്ല നിർമ്മിത ബുദ്ധി നിയന്ത്രിത F-16 യുദ്ധവിമാനം വിജയകരമായി പരീക്ഷിച്ച രാജ്യം അമേരിക്ക. 2024 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ച ഫ്രഞ്ച് നഗരം സ്ട്രോസ്ബർഗ്. 2024 ഹൈഡ്രജൻ ഉച്ചകോടിയുടെ വേദിയായ രാജ്യം നെതർലൻഡ്സിലെ റോട്ടർഡാം ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നിരീക്ഷണാലയം നിലയിൽ വന്ന രാജ്യം ചിലിയാണ്. പഠിക്കുക. 2024 G7 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഇറ്റലിയാണ്. ഇറ്റലിയിലെ അപൂലിയ എന്ന് പറയുന്ന പ്രദേശമാണ് കേട്ടോ. 2024 G7 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ചോദിച്ചാൽ ഇറ്റലിയാണ്. ഇറ്റലിയിലെ അപൂലിയ എന്ന് പറയുന്ന നഗരത്തിൽ വെച്ചായിരുന്നു 2024 G7 ഉച്ചകോടി നടന്നത്. ലോക സാമ്പത്തിക ഫോറത്തിൽ ആഗോള ജെൻഡർ വ്യത്യാസ സൂചികയിൽ 1ാം സ്ഥാനത്തെത്തിയ രാജ്യം ഐസ്ലാൻഡ്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ ആഗോള ജെൻഡർ വ്യത്യാസ സൂചികയില് 1ാം സ്ഥാനത്തെത്തിയ രാജ്യം ഐസ്ലാൻഡും ഇന്ത്യയുടെ സ്ഥാനം 129 പഠിക്കണേ. ലോക സാമ്പത്തിക ഫോറത്തിന്റെ ആഗോള ജെൻഡർ വ്യത്യാസ സൂചികയിൽ 1ാം സ്ഥാനത്തെത്തിയ രാജ്യം ഐസ്ലാൻഡ്,
ഇന്ത്യയുടെ സ്ഥാനം 129. ലോകത്തിൽ ആദ്യമായി സമ്പൂർണ്ണ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കപ്പൽ പുറത്തിറക്കിയ രാജ്യം ലണ്ടനാണ്. അവന്റെ പേരാണ് മേഫ്ലർ 400. പഠിക്കുക. ലോകത്തിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കപ്പൽ പുറത്തിറക്കിയ രാജ്യം ലണ്ടനാണ്. അതിന്റെ പേരാണ് മേഫ്ലർ 400. എന്താണ് മേഫ്ലർ 400? ഗൂഗിൾ അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനമാണ് ജെമിനൈ. പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും. ഗൂഗിൾ അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ പേരാണ് ജെമിനൈ. ഗൂഗിൾ അവതരിപ്പിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ പേരാണ് ജെമിനൈ എന്നുള്ളത് പഠിക്കുക. 2023 ഇന്ത്യയുമായി കുടിയേറ്റ ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യം ഓസ്ട്രേലിയ. പഠിച്ചോളണ, ഇമ്പോർട്ടന്റ് ആണ്. 2023 ഇന്ത്യയുമായിട്ട് കുടിയേറ്റ ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യം ഓസ്ട്രേലിയ. ലോകത്തിൽ ആദ്യമായി ഡ്രൈവർ ഇല്ല ബസ് സർവീസ് ആരംഭിച്ച രാജ്യം സ്കോട്ട്ലാൻഡ്. ലോകത്തിൽ ആദ്യമായിട്ട് ഡ്രൈവർ ഇല്ലാത്ത ബസ് സർവീസ് ആരംഭിച്ച രാജ്യം സ്കോട്ട്ലാൻഡ്. സുനാമി എന്നർത്ഥം വരുന്ന ഹെയിൽ 2 എന്ന ആണവശേഷിയുള്ള അന്തർവാഹിനി ഡ്രോൺ പരീക്ഷിച്ച രാജ്യം ഉത്തര കൊറിയ. സുനാമി എന്നർത്ഥം വരുന്ന ഹെയിൽ 2 എന്ന ആണവശേഷിയുള്ള അന്തർവാഹിനി ഡ്രോൺ പരീക്ഷിച്ച രാജ്യം ചോദിച്ചാൽ അത് ഉത്തര കൊറിയ. കര ഇന്ധനം ഉപയോഗിക്കുന്ന സോഹോങ് 18 എന്ന ഭൂഖണ്ഡാന്തര മിസൈൽ വിക്ഷേപിച്ച രാജ്യം ഉത്തര കൊറിയ. ഉത്തര കൊറിയയെ കുറിച്ച് 2 പോയിന്റ് പറഞ്ഞേ. ഒന്നാമത് എന്താ പറഞ്ഞത്? സുനാമി എന്നർത്ഥം വരുന്ന ഹെയിൽ 2 എന്ന ആണവശേഷിയുള്ള അന്തർവാഹിനി ഡ്രോൺ പരീക്ഷിച്ച രാജ്യം ഉത്തര കൊറിയ. രണ്ടാമത് എന്താ പറഞ്ഞത്? കര ഇന്ധനം ഉപയോഗിക്കുന്ന ഹൊസോങ് 18 എന്ന ഭൂഖണ്ഡാന്തര മിസൈൽ വിക്ഷേപിച്ച രാജ്യം അല്ലെങ്കിൽ പരീക്ഷിച്ച രാജ്യം ഏതാണ്? അത് ഉത്തര കൊറിയയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം. 2023 ഇന്ത്യയുമായി കുടിയേറ്റ ഉടമ്പടി ഒപ്പുവെച്ച രാജ്യം ഓസ്ട്രേലിയ. ലോകത്താദ്യമായി ഡ്രൈവറില്ല ബസ് സർവീസ് ആരംഭിച്ച രാജ്യം സ്കോട്ട്ലാൻഡ്. സുനാമി എന്നർത്ഥം വരുന്ന ഹെയിൽ 2 എന്ന ആണവശേഷിയുള്ള അന്തർവാഹിനി ഡ്രോൺ പരീക്ഷിച്ച രാജ്യം ഉത്തര കൊറിയ. കര ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഹൊസാങ് 18 എന്ന ഭൂഖണ്ഡാന്തര മിസൈൽ വിക്ഷേപിച്ച രാജ്യം ഉത്തര കൊറിയ. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളത് ലോകവും ശാസ്ത്ര സാങ്കേതിക മേഖലയുമാണ് കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് അതിലോട്ട് വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. ലോകവും ശാസ്ത്ര സാങ്കേതിക മേഖലയും. ലോകവും ശാസ്ത്ര സാങ്കേതിക മേഖലയും എന്ന് പറയുന്ന പോയിന്റിൽ ഏറ്റവും കൂടുതൽ PSC ചോദിക്കുന്നത് ലോകത്തിന്റെ തന്നെ ബഹിരാകാശ മേഖലയെ പറ്റിയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് അത് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കണം. ലോക ബഹിരാകാശ മേഖലയില് 2024 എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പ്രപഞ്ചത്തിലെ ഇരുണ്ട ഊർജത്തെ അഥവാ ഡാർക്ക് എനർജിനെയും ശ്യാമദ്രവ്യത്തെയും കുറിച്ച് പഠിക്കുവാനായി യൂറോപ്യൻ സ്പേസ് ഏജൻസി വിക്ഷേപിച്ച ദൂരദർശിനിയാണ് യൂക്ലിഡ്. എന്താണ് പറഞ്ഞത്? പ്രപഞ്ചത്തിന്റെ ഇരുണ്ട ഊർജം അഥവാ ഡാർക്ക് എനർജിയെ പറ്റിയും ശ്യാമദ്രവം അല്ലെങ്കിൽ നമ്മൾ പറയും ഡാർക്ക് മാറ്റർ എന്ന് പറയും കേട്ടോ, ഇതിനെ കുറിച്ചും പഠിക്കുന്നതിനായിട്ട് യൂറോപ്യൻ സ്പേസ് ഏജൻസി വിക്ഷേപിച്ച ദൂരദർശിനിയാണ് യൂക്ലിഡ് എന്ന് പറയുന്നത്. 2023 ഓഗസ്റ്റിൽ പരാജയപ്പെട്ട റഷ്യയുടെ ചാന്ദ്ര ദൗത്യം ലൂണ 25. പഠിച്ചോളനെ, നമ്മുടെ ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്ന സമയത്ത് റഷ്യ വിക്ഷേപിച്ചതായിരുന്നു ഈ പറയുന്ന ലൂണ 25 എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത് വിജയമായിരുന്നു. എന്നാൽ റഷ്യയുടെ ലൂണ എന്ന് പറയുന്ന ദൗത്യം എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. പക്ഷെ അത് നമ്മൾ പഠിക്കണം. 2023 ഓഗസ്റ്റില് പരാജയപ്പെട്ട റഷ്യയുടെ ചാന്ദ്ര ദൗത്യമാണ് ലൂണ 25. മീഥേൻ ഇന്ധനം ഉപയോഗിച്ചുള്ള ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ചൈന. മീഥേൻ ഇന്ധനം ഉപയോഗിച്ച് ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. വാണിജ്യാടിസ്ഥാനത്തിലുള്ള ലോകത്തിലെ ആദ്യ ബഹിരാകാശ യാത്ര വിജയകരമായി പൂർത്തിയാക്കിയ സ്പേസ് കമ്പനിയാണ് വെർജിൻ ഗാലക്റ്റിക്സ് കേട്ടോ. വാണിജ്യാടിസ്ഥാനത്തില് ലോകത്തിലെ ആദ്യ ബഹിരാകാശ യാത്ര വിജയകരമായി പൂർത്തിയാക്കിയ സ്പേസ് കമ്പനി ഏതാണ്? വെർജിൻ ഗാലക്റ്റിക്സ് ആണ് കേട്ടോ. അപ്പൊ ഒന്നുകൂടി പറയാം. പ്രപഞ്ചത്തിലെ ഇരുണ്ട ഊർജം അഥവാ ഡാർക്ക് എനർജിയെ പറ്റിയും ശ്യാമദ്രവം അഥവാ ഡാർക്ക് മാറ്ററിനെ കുറിച്ചും പഠിക്കുന്നതിനായിട്ട് യൂറോപ്യൻ സ്പേസ് ഏജൻസി വിക്ഷേപിച്ച ദൂരദർശിനിയാണ് യൂക്ലിഡ് എന്ന് പറയുന്നത്. 2023 ഓഗസ്റ്റിൽ പരാജയപ്പെട്ട ചാന്ദ്ര ദൗത്യമായിരുന്നു ലൂണ 25. മീഥേൻ ഇന്ധനം ഉപയോഗിച്ചുള്ള ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ചൈനയാണ്. വാണിജ്യാടിസ്ഥാനത്തിലുള്ള ലോകത്തിലെ ആദ്യ ബഹിരാകാശ യാത്ര വിജയകരമായി പൂർത്തിയാക്കിയ സ്പേസ് കമ്പനി വെർജിൻ ഗാലക്റ്റിക്സ് ആണ്. പഠിക്കുക. ബഹിരാകാശത്ത് ഉപയോഗശൂന്യമായ ശേഷം ഭൂമിയിലേക്ക്
സുരക്ഷിതമായി തിരിച്ചിറക്കിയ ആദ്യത്തെ ഉപഗ്രഹമാണ് എലോഎസ്. പഠിച്ചോളനെ, ബഹിരാകാശത്ത് ഉപയോഗശൂന്യമായ ശേഷം ഭൂമിയിലേക്ക് സുരക്ഷിതമായി തിരിച്ചിറക്കിയ ആദ്യത്തെ ഉപഗ്രഹമാണ് എയോലസ് എന്ന് പറയുന്നത്. ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യം ജപ്പാനാണ്. ചന്ദ്രനില് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യമാരാണ്? ജപ്പാനാണ്. ജപ്പാന്റെ സ്ലിം മൂൺ സ്നൈപ്പർ എന്ന് പറയുന്ന പേടകമായിരുന്നു ഇതിനായിട്ട് ഉപയോഗിച്ചത് കേട്ടോ. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കുന്നതിനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ് എന്ന് പറയുന്നത്. സമുദ്രങ്ങളെയും അതുപോലെ അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കുന്നതിനായിട്ട് നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം എന്ന ചരിത്ര നേട്ടം കൈവരിച്ചത് ഒഡീസിയസ് ആണ്. ഇത് അമേരിക്കയുടെ ഇൻട്രൂവിസ് മെഷീൻ എന്ന് പറയുന്ന കമ്പനിയാണ് ഇറക്കിയത് കേട്ടോ. അപ്പോൾ ചന്ദ്രോപരിതലത്തിൽ ഇറക്കുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യത്തെ പേടകം എന്ന ചരിത്ര നേട്ടം കൈവരിച്ചത് ഒഡീസിയസ് എന്ന് പറയുന്ന പേടകമാണ്. ഈ ഒഡീസിയസ് പേടകം നിർമ്മിച്ച രാജ്യം ചോദിച്ചാൽ അമേരിക്കയാണ്. അമേരിക്കയിലെ ഇൻട്രൂവിസ് മെഷീൻസ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയാണ് എന്ത് നിർമ്മിച്ചത്? ഒഡീസിയസ് നിർമ്മിച്ച് എവിടെ ഇറക്കി? ചന്ദ്രന്റെ ഉപരിതലത്തില് ഈസി ആയിട്ട് അവർ എന്ത് ചെയ്തു? ബഹിരാകാശത്ത് ഉപയോഗശൂന്യമായ ശേഷം ഭൂമിയിലേക്ക് സുരക്ഷിതമായി തിരിച്ചിറക്കിയ ആദ്യത്തെ ഉപഗ്രഹം എലോയസ് ആണ്. ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യം ചോദിച്ചാൽ അത് ജപ്പാനാണ്. അതിന് അവർ ഉപയോഗിച്ചിരുന്ന പേടകം എന്ന് ചോദിച്ചാൽ സ്ലിം മൂൺ സ്നൈപ്പർ ആയിരുന്നു. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ്. ചന്ദ്രോപരിതലത്തിൽ ഇറക്കുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യത്തെ പേടകം എന്ന ചരിത്ര നേട്ടം കൈവരിച്ചത് ഒഡീസിയസ് ആണ്. ഒഡീസിയസ് നിർമ്മിച്ചത് അമേരിക്കയാണ്. അമേരിക്കയിലെ ഏത് കമ്പനിയാണ്? ഇൻട്രൂവിസ് മെഷീൻ എന്ന് പറയുന്ന കമ്പനിയാണ്. പഠിക്കുക. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയെ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ. വ്യാഴത്തിന്റെ ഉപഗ്രഹമായിട്ടുള്ള യൂറോപ്പയെ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ. അപ്പോഫീസ് എന്ന ചിഹ്നഗ്രഹത്തെ കുറിച്ച് പഠിക്കുവാനായി നാസയുടെ ദൗത്യമാണ് ഒസിരിസ് അപ്പെക്സ്. മറന്നു പോവല്ലേ, അപ്പോഫീസ് എന്ന് പറയുന്ന ചിഹ്നഗ്രഹത്തെ കുറിച്ച് പഠിക്കുവാനായി നാസയുടെ ദൗത്യം അല്ലെങ്കിൽ നാസ വിക്ഷേപിക്കാൻ പോകുന്ന പേടകം അറിയപ്പെടുന്ന പേരാണ് ഒസിരിസ് അപ്പെക്സ് എന്ന് പറയുന്നത്. എന്താണ് ഒസിരിസ് അപ്പെക്സ്? മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ജർമ്മനി. മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ജർമ്മനി. ഇങ്ങനെയുള്ള പോയിന്റ് പി സിക്ക് ഇഷ്ടമാണ്, പഠിച്ചോളനെ. മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ജർമ്മനി. 2024 ഭൂമിക്കരികിലൂടെ കടന്നു പോകുമെന്ന് നാസ പ്രഖ്യാപിച്ച ചിഹ്നഗ്രഹമാണ് 2024 JB2 എന്നുള്ളത്. 2024 ഭൂമിക്കരികിലൂടെ കടന്നു പോകുമെന്ന് നാസ പ്രഖ്യാപിച്ച ചിഹ്നഗ്രഹം എന്ന് ചോദിച്ചാൽ അത് 2024 JB2 എന്നാണ് കേട്ടോ. 2024 JB2 എന്നാണ്. ലോകത്തിൽ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റായ സ്റ്റാർഷിപ്പ് വിജയകരമായി പരീക്ഷിച്ച ബഹിരാകാശ സ്ഥാപനം സ്പേസ് എക്സ്. മറക്കല്ലേ, നമ്മുടെ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റായ സ്റ്റാർഷിപ്പ് വിജയകരമായി പരീക്ഷിച്ചത്. ഒന്നുകൂടി പറയാം, വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയെ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ. അപ്പോഫീസ് എന്ന ചിഹ്നഗ്രഹത്തെ കുറിച്ച് പഠിക്കുവാനായി നാസയുടെ ദൗത്യമാണ് ഒസിരിസ് അപ്പെക്സ് എന്ന് പറയുന്നത്. മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ജർമ്മനി. 2024 ഭൂമിക്കരികിലൂടെ കടന്നു പോകുമെന്ന് നാസ പ്രഖ്യാപിച്ച ചിഹ്നഗ്രഹം 2024 JB2 ആണ്. ലോകത്തിൽ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റായി അറിയപ്പെടുന്ന സ്റ്റാർഷിപ്പ് വിജയകരമായി പരീക്ഷിച്ച ബഹിരാകാശ സ്ഥാപനം സ്പേസ് എക്സ് ആണ്. സ്പേസ് എക്സിന്റെ സ്ഥാപകൻ ആരാണ്? ഇലോൺ മസ്ക് ആണ്. സുനിത വില്യംസിനെയും ബുഷ് വിൽമോറിനെയും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ച പേടകമാണ് ബോയിങ് സ്റ്റാർലൈനർ. പഠിച്ചോളനെ. ഇപ്പോ കുറച്ചു നാളായിട്ട് നമ്മുടെ പത്രത്തിൽ മുഴുവൻ നമ്മൾ വായിച്ചതാണ് ഈ ബോയിങ് സ്റ്റാർലൈനറെ പറ്റി. അതായത് സുനിത വില്യംസും അതുപോലെ തന്നെ ബുഷ് വിൽമോറിനെയും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചു. ആരാണ്? ഈ ബോയിങ് സ്റ്റാർലൈനർ. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഈ ബോയിങ് സ്റ്റാർലൈനറിന് കംപ്ലൈന്റ് ആയി. അങ്ങനെ അവർക്ക് തിരിച്ചു വരാൻ പറ്റാതെ അവർ സ്പേസിൽ കുടുങ്ങിയതിനെ പറ്റിയൊക്കെ ഒരുപാട് ന്യൂസ് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഇത് നല്ലൊരു പോയിന്റ് ആണ്. PSC ചോദിക്കും, സുനിത വില്യംസിനെയും ബുഷ് വിൽമോറിനെയും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ച പേടകം ഏതാണ്? ബോയിങ് സ്റ്റാർലൈനർ ആണ്. ഇത് കംപ്ലൈന്റ് ആയി എന്നുകൂടി ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഒലേഗ് കൊനോനെൻകോ. പഠിച്ചോളനെ, വെറൈറ്റി പേരാണ് ഒലേഗ് കൊനോനെൻകോ. ഇദ്ദേഹം റഷ്യക്കാരനാണ്. ഇദ്ദേഹം ഏകദേശം 2 വർഷവും 40 ദിവസവും എവിടെ ഉണ്ടായിരുന്നു? നമ്മുടെ ബഹിരാകാശത്ത് താമസിച്ചു കേട്ടോ. അപ്പോ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി എന്ന റെക്കോർഡ് ഇപ്പോൾ ആർക്കാണ്? ഒലേഗ് കൊനോനെൻകോയ്ക്കാണ്. ആരാണ്? ഒലേഗ് കൊനോനെൻകോയ്ക്കാണ്. ഇദ്ദേഹം റഷ്യക്കാരനായ ഒരു ആസ്ട്രോനോട്ട് ആണ്. ഇദ്ദേഹം ഏകദേശം 2 വർഷവും 40 ദിവസവും സ്പേസിൽ
താമസിച്ചു അല്ലെങ്കിൽ തങ്ങിയിരുന്നു പഠിക്കുക. 2024 ചന്ദ്രന്റെ മറുപുറത്ത് വിജയകരമായി ലാൻഡ് ചെയ്ത ചൈനീസ് പേടകമാണ് ചാങ്-ഇ-6. പഠിച്ചോളെ, 2024 ചന്ദ്രന്റെ മറുപുറത്ത് വിജയകരമായി ലാൻഡ് ചെയ്ത ചൈനീസ് പേടകം ചോദിച്ചാൽ അത് ചാങ്-ഇ-6 ആണ്. ഏതാണ്? ചാങ്-ഇ-6 ആണ്. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ. സുനിത വില്യംസിനെയും ബുഷ് വിൽമോറിനെയും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ച പേടകം എന്ന് ചോദിച്ചാൽ അത് ബോയിങ് സ്റ്റാർലൈനർ ആണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഒലേഗ് കൊനോനെൻകോയാണ്. ഒലേഗ് കൊനോനെൻകോയാണ്. ഇദ്ദേഹം ഒരു റഷ്യക്കാരനായ ആസ്ട്രോനട്ട് ആണ്. 2 വർഷവും 40 ദിവസവുമായിരുന്നു ഇദ്ദേഹം ബഹിരാകാശത്ത് തങ്ങിയത്. 2024 ചന്ദ്രന്റെ മറുപുറത്ത് വിജയകരമായി ലാൻഡ് ചെയ്ത ചൈനീസ് പേടകം ചാങ്-ഇ-6 ആണ്. പഠിക്കുക. ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചൈന. പഠിച്ചോളെ, ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചൈനയാണ്. ഐൻസ്റ്റീൻ പ്രോബ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പല രാജ്യത്തിലേക്കും ചിന്തിച്ചു പോകും. തെറ്റരുത്. ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചോദിച്ചാൽ അത് ചൈനയാണ്. ദക്ഷിണ കൊറിയയുടെ ചന്ദ്രനിലേക്കുള്ള ആദ്യത്തെ ഉപഗ്രഹമാണ് ധനൂരി. പഠിക്കുക. ദക്ഷിണ കൊറിയയുടെ ചന്ദ്രനിലേക്കുള്ള ആദ്യത്തെ ഉപഗ്രഹം അല്ലെങ്കിൽ ചാന്ദ്ര ദൗത്യം എന്ന് ചോദിച്ചാൽ അത് ധനൂരിയാണ്. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കുവാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യത്തിന്റെ പേരാണ് ജൂസ് എന്നുള്ളത്. ഓൾറെഡി PSC ചോദിച്ചു കഴിഞ്ഞു. ഉത്തരം എന്താണ്? വ്യാഴത്തിന്റെ. ഏതു ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കുവാനായുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യത്തിന്റെ പേരാണ് ജൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വ്യാഴത്തിന്റെയാണ്. ജൂസ് എന്ന് എഴുതുമ്പോൾ ജെ ഇല്ലേ സുഹൃത്തുക്കളെ, അത് ജൂപ്പിറ്ററിനെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. ദക്ഷിണ കൊറിയയുടെ ചന്ദ്രനിലേക്കുള്ള ആദ്യത്തെ ദൗത്യം അറിയപ്പെടുന്ന പേരാണ് ധനൂരി. എന്താണ്? ധനൂരി. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹത്തെ കുറിച്ച് പഠിക്കുവാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യത്തിന്റെ പേരാണ് ജൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വ്യാഴത്തിൻ്റെതാണ്. പഠിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കായിക ലോകത്തെ പറ്റിയാണ്. അതായത് 2024 നമ്മുടെ ലോകത്തുണ്ടായിരുന്ന കായിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. 2024 കായിക ലോകം. IPL താരലേലത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം നേടിയ താരം മിച്ചൽ സ്റ്റാൽക്ക്. ഇദ്ദേഹം ഒരു ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ ആണ് കേട്ടോ. IPL താരലേലത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം നേടിയ താരം എന്നറിയപ്പെടുന്നത് മിച്ചൽ സ്റ്റാർക്ക് ആണ്. മിസ്റ്റർ സ്റ്റാർക്ക് എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമാണ്. വിമൻസ് ടെന്നീസ് അസോസിയേഷന്റെ 2023 മികച്ച താരത്തിനുള്ള പുരസ്കാരം നേടിയത് ഇഗ സ്വിയടെക്. എന്താണ്? ഇഗ സ്വിയടെക് എന്നുള്ളതാണ്. ഇദ്ദേഹം ഒരു പോളണ്ട് അല്ലെങ്കിൽ ഇവരൊരു പോളണ്ട് ടെന്നീസ് താരമാണ് കേട്ടോ. അപ്പോ വിമൻസ് ടെന്നീസ് അസോസിയേഷന്റെ 2023 മികച്ച താരത്തിനുള്ള പുരസ്കാരം നേടിയത് ആരാണ്? ഇഗ സ്വിയടെക് ആണ്. പോളണ്ടുകാരിയായിട്ടുള്ള ടെന്നീസ് കളിക്കാരിയാണ്. 2024 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് താരം ഡീൻ എൽഗർ ആണ്. ആരാണ്? ഡീൻ എൽഗർ ആണ്. പഠിക്കുക. 2024 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് താരമാരെന്ന് ചോദിച്ചാൽ ഡീൻ എൽഗർ ആണ്. ഒരു 2020 മത്സരത്തിൽ ഏറ്റവും അധികം സിക്സറുകൾ നേടി റെക്കോർഡ് ഇട്ട വ്യക്തി ഫിൻ അലൻ. 16 സിക്സറുകളാണ് കേട്ടോ പുള്ളിക്കാരൻ അടിച്ചത്. ഒരു 2020 മത്സരത്തിൽ ഏറ്റവും അധികം സിക്സറുകൾ നേടി റെക്കോർഡ് ഇട്ട വ്യക്തിയാരെന്ന് ചോദിച്ചാൽ ഫിൻ അലൻ ആണ്. ഇദ്ദേഹം 16 സിക്സറുകളായിരുന്നു കേട്ടോ അടിച്ചത്. അപ്പൊ അതുകൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ഒന്നുകൂടി പറയാം. IPL താരലേലത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം നേടിയ താരം മിച്ചൽ സ്റ്റാൾക്ക് ആണ്. ഇദ്ദേഹം ഒരു ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ ആണ്. വിമൻസ് ടെന്നീസ് അസോസിയേഷന്റെ 2023 മികച്ച താരത്തിനുള്ള പുരസ്കാരം ഇഗ സ്വിയടെക്കിനാണ്. ഇവരൊരു പോളണ്ടുകാരിയായിട്ടുള്ള ടെന്നീസ് പ്ലെയർ ആണ്. 2024 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് താരമാരെന്ന് ചോദിച്ചാൽ അത് ഡീൻ എൽഗർ ആണ് കേട്ടോ. ആരാണ്? ഡീൻ എൽഗർ ആണ്. ഒരു 2020 മത്സരത്തിൽ ഏറ്റവും അധികം സിക്സറുകൾ നേടി റെക്കോർഡ് ഇട്ട വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഫിൻ അലൻ ആണ്. 16 സിക്സറുകളായിരുന്നു പുള്ളിക്കാരൻ പായിച്ചത്. പഠിക്കുക. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ മികച്ച താരത്തിനുള്ള ഗാരി സോബേഴ്സ് പുരസ്കാരം നേടിയത് പാറ്റ് കമിൻസൺ. ഓസ്ട്രേലിയ കളിക്കാരനായിട്ടുള്ള പാറ്റ് കമിൻസണും അതുപോലെ തന്നെ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ 2 ഹാട്രിക്കുകൾ നേടുന്ന ആദ്യത്തെ ബൗളർ ആരെന്ന് ചോദിച്ചാൽ അതും പാറ്റ് കമിൻസൺ ആണ് കേട്ടോ. ഈ 2 പോയിന്റ് പാറ്റ് കമിൻസനെ കുറിച്ച് പഠിച്ചു വെച്ചോളേ. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ മികച്ച താരത്തിനുള്ള ഗാരി സോബേഴ്സ് പുരസ്കാരം നേടിയത്
പാറ്റ് കമിൻസ് ആണ്. ഇദ്ദേഹം ഒരു ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് പ്ലെയർ ആണ്. അതുപോലെ തന്നെ 2020 ക്രിക്കറ്റ് ലോകകപ്പില് 2 ഹാട്രിക് നേടുന്ന ആദ്യത്തെ ബൗളർ ആരെന്ന് ചോദിച്ചാൽ അതും പാറ്റ് കമിൻസ് ആണ്. പഠിക്കുക. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ അഥവാ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് സ്ലാം എന്ന് പറയൂലേ അതിന്റെ പുരുഷ കിരീടം നേടിയത് ആരെന്ന് ചോദിച്ചാൽ അത് യാനിക് സിന്നർ ആണ് കേട്ടോ. ആരാണ്? യാനിക് സിന്നർ ആണ്. ഇനി 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ അല്ലെങ്കിൽ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റിലെ വനിതാ കിരീടം നേടിയത് ആരെന്ന് ചോദിച്ചാൽ അത് ആര്യാന സഫലേങ്കയാണ്. ആര്യാന സഫലേങ്കയാണ്. പേര് കേൾക്കുമ്പോൾ മലയാളി ഇന്ത്യക്കാരിയായിട്ടൊക്കെ തോന്നും. അല്ല, ഇവരൊരു ബെലാറിയസ് എന്താണ് ബാഡ്മിന്റൺ പ്ലെയർ ആണ് കേട്ടോ. അപ്പോ 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ അഥവാ ഗ്രാൻഡ് സ്ലാമിന് പുരുഷ കിരീടം നേടിയത് ആരെന്ന് ചോദിച്ചാൽ അത് യാനിക് സിന്നാർ ആണ്. വനിതയാരെന്ന് ചോദിച്ചാൽ ആര്യാന സഫലേങ്കയാണ്. കേൾക്കുമ്പോൾ ഇന്ത്യക്കാരിയായിട്ടൊക്കെ തോന്നും. അല്ല, അവരൊരു ബെലാറിയസ് പ്ലെയർ ആണ് കേട്ടോ. ബെലാറിയസ് എന്ന് പറഞ്ഞ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്ലെയർ ആണ്. പഠിക്കുക. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ 5 പുരുഷ ലോകകപ്പ് കിരീടം നേടിയ രാജ്യം നെതർലാൻഡ്സ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം 5ാം സ്ഥാനം. എന്താണ്? ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ 5 പേരുള്ള പുരുഷ ലോക കിരീടം നേടിയ രാജ്യം എന്ന് ചോദിച്ചാൽ അത് നെതർലാൻഡ്സ് ആണ്. ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? 5ാം സ്ഥാനമാണ്. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ മികച്ച താരത്തിനുള്ള ഗ്യാരി സോബേഴ്സ് പുരസ്കാരം നേടിയത് പാറ്റ് കമിൻസ് ആണ്. പാറ്റ് കമിൻസ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ ആണ്. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ 2 ഹാർട്ടിക്കുകൾ നേടുന്ന ആദ്യത്തെ ബൗളർ ആരെന്ന് ചോദിച്ചാൽ അതും പാറ്റ് കമിൻസ് ആണ്. മറക്കരുത്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ അല്ലെങ്കിൽ ഗ്രാൻഡ് സ്ലാം പുരുഷ കിരീടം നേടിയതാരെന്ന് ചോദിച്ചാൽ യാനിക് സിന്നാർ ആണ്. ആരാണ്? യാനിക് സിന്നാർ ആണ്. വനിത ആരെന്ന് ചോദിച്ചാൽ ആര്യാങ്ക സഫലേങ്കയാണ്. ആര്യാന സഫലേങ്കയാണ്. ഇവരൊരു ബെലാറിയസ് പ്ലെയർ ആണ്. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ 5 പുരുഷ ലോകകപ്പ് കിരീടം നേടിയ അല്ലെങ്കിൽ 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പേരുള്ള ഹോക്കിയില് പുരുഷ ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ചോദിച്ചാൽ നെതർലാൻഡ്സ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം 5ആണ്. അണ്ടർ 90 അഥവാ അണ്ടർ 19 ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഓസ്ട്രേലിയയാണ്. റണ്ണറപ്പായ രാജ്യം ഇമ്പോർട്ടന്റ് ഇന്ത്യയാണ്. വേദിയായത് എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയാണ്. ഇത് മൂന്നും പഠിച്ചോളെ. അണ്ടർ 90 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഓസ്ട്രേലിയയാണ്. റണ്ണറപ്പായ രാജ്യം ചോദിച്ചാൽ നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. വേദി എവിടെയെന്ന് ചോദിച്ചാൽ ദക്ഷിണാഫ്രിക്കയാണ്. പിന്നെ പറയുന്നു അണ്ടർ 90 ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഓസ്ട്രേലിയ, റണ്ണറപ്പായ രാജ്യം ഇന്ത്യ. വേദി എവിടെയായിരുന്നു? ദക്ഷിണാഫ്രിക്കയായിരുന്നു. 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറിയുടെ റെക്കോർഡ് ലഭിച്ച താരം ജാൻ നിക്കോൾ ലോഫി ഈസ്റ്റൺ. ഇദ്ദേഹം ഒരു നമീബിയൻ പ്ലെയർ ആണ് കേട്ടോ. 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറിയുടെ റെക്കോർഡ് ലഭിച്ച താരമാരാണ്? ജാൻ നിക്കോൾ ലോഫി ഈസ്റ്റൺ ആണ്. ഇദ്ദേഹം ഒരു നമീബിയ പ്ലെയർ ആണ്. വനിതാ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ അതിവേഗമേറിയ പന്ത് ബൗൾ ചെയ്തതിന് റെക്കോർഡ് നേടിയ താരം ഷബ്നീം ഇസ്മയില്. ആരാണ്? ഷബ്നീം ഇസ്മയില്. ഇവരൊരു ദക്ഷിണാഫ്രിക്കക്കാരിയായിട്ടുള്ള ഒരു ക്രിക്കറ്റർ ആണ് കേട്ടോ. ഇവർ എറിഞ്ഞ പന്തിന്റെ വേഗത എന്ന് പറയുന്നത് 132.1 km/h വേഗതയിലാണ് ആരെറിഞ്ഞത്? നമ്മുടെ ഷബ്നം ഇസ്മയിൽ എറിഞ്ഞത്. ഇവരൊരു ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് വനിതയാണ്. ഇവരാണിപ്പോ ലോകത്ത് ഏറ്റവും വേഗത്തില് വനിതകൾക്കിടയിൽ എന്താണ് ബൗൾ ചെയ്തിരിക്കുന്നത്. പഠിക്കുക. ലോറൻസ് പുരസ്കാരം 2024 നേടിയ താരങ്ങൾ നൊവാക് ജോക്കോവിച്ചും, അദ്ദേഹം ഒരു ടെന്നീസ് താരമാണ്, എല്ലാവർക്കും അറിയാലോ നൊവാക് ജോക്കോവിച്ചിനെ. അതുപോലെ തന്നെ ഐറ്റാന ബോൺമാറ്റി, മറക്കരുത്, അവരൊരു വനിതാ ഫുട്ബോൾ താരം കൂടെയാണ് കേട്ടോ. അപ്പോ ലോറൻസ് പുരസ്കാരം 2024 നേടിയ 2 താരങ്ങളുണ്ട്. ഒരാൾ ആരാണ്? നൊവാക് ജോക്കോവിച്ച് ആണ്. നമുക്കറിയാം അദ്ദേഹം ഒരു ടെന്നീസ് താരമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ വ്യക്തിത്വം ആരാണ്? ഐറ്റാന ബോൺമാറ്റി. ആരാണ്? ഐറ്റാന ബോൺമാറ്റി ആണ്. ഇവരൊരു വനിതാ ഫുട്ബോൾ താരമാണ് കേട്ടോ. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെക്കുക. ഒന്നുകൂടി പറയാം. അണ്ടർ 19 ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഓസ്ട്രേലിയ, റണ്ണറപ്പായ രാജ്യം ഇന്ത്യ. അണ്ടർ 90 ലോകകപ്പിന്റെ വേദി എവിടെയായിരുന്നു? ദക്ഷിണാഫ്രിക്കയായിരുന്നു. 2020 ലോകകപ്പിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി റെക്കോർഡ് ലഭിച്ച താരമാരാണ്? ജാൻ നിക്കോൾ ലോഫി ഈസ്റ്റൺ ആണ്. ഇദ്ദേഹം ഒരു നമീബിയൻ പ്ലെയർ ആണ്. വനിതാ ക്രിക്കറ്റിൽ അതിവേഗമേറിയ പന്ത് ബൗൾ ചെയ്തതിന്റെ റെക്കോർഡ് നേടിയ താരം ഷബ്നീം ഇസ്മയിലാണ്. ദക്ഷിണാഫ്രിക്കയിലെ ഒരു വനിതാ ക്രിക്കറ്ററാണ് ആരെന്ന് പറയുന്നത്? ഷബ്നീം ഇസ്മയിൽ എന്ന് പറയുന്നത്. ഇവർ എറിഞ്ഞ ബോളിന്റെ വേഗത എന്ന് പറയുന്നത് 132.1 km/h ആണ്. പഠിക്കുക. ലോറൻസ് പുരസ്കാരം 2024 നേടിയ 2 താരങ്ങളാണ്. ഒന്ന് നൊവാക് ജോക്കോവിച്ചും, ഇദ്ദേഹം ഒരു ഫേമസ് ടെന്നീസ് താരമാണ്. ഐറ്റാന ബോൺമാറ്റി എന്ന് പറയുന്നത് ഇവരൊരു വനിതാ ഫുട്ബോൾ താരമാണ്. പഠിക്കുക. ലോക ടെന്നീസിൽ 1ാം റാങ്കിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരൻ നൊവാക് ജോക്കോവിച്ച്. പഠിക്കുക. ലോക ടെന്നീസിൽ 1ാം റാങ്കിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരൻ ആരെന്ന് ചോദിച്ചാൽ
അത് നൊവാക് ജോക്കോവിച്ച് ആണ്. 2025 ലോക ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ്. പഠിക്കണം. ലോക ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യം ചോദിച്ചാൽ ഇന്ത്യയാണ്. ഇന്ത്യയിലെ തമ്മിൽ നമ്മുടെ ആസാമിലെ ഗുവാഹത്തിയിലാണ് കേട്ടോ. ഇന്ത്യയിലെ ആസാമിലെ ഗുവാഹത്തി എന്ന് പറയുന്ന നഗരത്തിൽ വെച്ചാണ് 2025 ലോക ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ്. മറക്കരുത്. 2024 ഇംഗ്ലീഷ് പ്രീമിയം ലീഗിന്റെ വിജയി മാഞ്ചസ്റ്റർ സിറ്റി. 2024 ഇംഗ്ലീഷ് പ്രീമിയം ലീഗിന്റെ വിജയി ആരാണ്? മാഞ്ചസ്റ്റർ സിറ്റിയാണ്. 2024 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ കിരീടം നേടിയത് കാർലോസ് അൽക്കാരിസ്. ഇദ്ദേഹം ഒരു സ്പെയിൻകാരനാണ്. 2024 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ കിരീടം നേടിയത് കാർലോസ് അൽക്കാരിസ് ആണ്. ഇദ്ദേഹം ഒരു സ്പെയിൻ പ്ലെയർ ആണ്. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത് ഇഗ സ്വിയേടെക്. പോളണ്ടുകാരിയാണ്. ഓൾറെഡി നമ്മൾ ഇവരുടെ പേര് പറഞ്ഞിരുന്നു. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത് ഇഗ സ്വിയേടെക് ആണ്. ഇവ ഒരു പോളണ്ടുകാരിയായിട്ടുള്ള കളിക്കാരിയാണ്. മറക്കരുത്. 2024 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ ഡബിൾസിൽ കിരീടം നേടിയത് കോക്കോ ഗാഫും അതുപോലെ തന്നെ കാതറീന സിനിയാക്കോവ. ഇവർ രണ്ടുപേരും അമേരിക്കയ്ക്ക് വേണ്ടി കളിച്ച രണ്ട് പ്രധാനപ്പെട്ട ടെന്നീസ് പ്ലേയേഴ്സ് ആണ് കേട്ടോ. അപ്പൊ 2024 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ ഡബിൾസിന്റെ കിരീടം നേടിയത് ആരെന്ന് ചോദിച്ചാൽ അത് കോക്കോ ഗാഫും കാതറീന സിനിയാക്കോവയുമാണ് കേട്ടോ. രണ്ട് വ്യക്തിത്വങ്ങളാണ്. ഫ്രഞ്ച് ഓപ്പണില് വനിതാ ഡബിൾസ് എന്ന് വെച്ചാൽ രണ്ട് വനിതകളുണ്ട്. അപ്പൊ ഒരാൾ ആരാണ്? കോക്കോ ഗാഫും, മറ്റേ ആൾ ആരാണ്? കാതറീന സിനിയാക്കോവയുമാണ്. ഇവർ രണ്ടുപേരും അമേരിക്കയെ പ്രതിദാനം ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഡബിൾസില് കളിച്ചത്. മറക്കരുത്. 2023 മികച്ച ട്രാക്ക് അത്ലറ്റിനുള്ള വേൾഡ് അത്ലറ്റിക് പുരസ്കാരം നേടിയ പുരുഷ താരം നോഹ ലൈൻസ് ആണ്. ഇദ്ദേഹം ഒരു അമേരിക്കക്കാരനാണ്. വനിതാ താരം ചോദിച്ചാൽ ഫെയ്ത്ത് കിംപാർഗൽ ആണ്. ഇവരൊരു കെനിയക്കാരിയാണ് കേട്ടോ. വനിതാ താരത്തിന്റെ പേര് ഫെയ്ത്ത് കിംപെയ്ഗാൻ ആണ്. എന്താണ്? ഫെയ്ത്ത് കിംപെയ്ഗാൻ എന്നാണ് പേര്. ഇവരൊരു കെനിയക്കാരിയായിട്ടുള്ള അത്ലറ്റ് ആണ് കേട്ടോ. അപ്പോ 2023 മികച്ച ട്രാക്ക് അത്ലറ്റിനുള്ള വേൾഡ് അത്ലറ്റിക് പുരസ്കാരം നേടിയ പുരുഷ താരം ചോദിച്ചാൽ അത് നോഹ ലൈൻസ് ആണ്. ഇദ്ദേഹം ഒരു അമേരിക്കൻ അത്ലറ്റ് ആണ്. വനിതാ താരം ആരെന്ന് ചോദിച്ചാൽ അത് ഫെയ്ത്ത് കിംപെയ്ഗൻ ആണ്. ഇവരൊരു ട്രാക്ക് അത്ലറ്റ് ആണ്. പഠിക്കുക. 2023 ഫിഡെ റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗം ജേതാവ് മാഗ്നസ് കാർൽസൺ ആണ്. പഠിച്ചോളെ. 2023 ഫിഡെ റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിലെ പുരുഷ വിഭാഗം ജേതാവ് മാഗ്നസ് കാർൽസൺ ആണ്. AFC ഏഷ്യൻ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഖത്തറാണ്. AFC ഏഷ്യൻ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഖത്തറാണ്. പഠിക്കുക.